ഈസി പീസി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി കുക്കർ സെറ്റ് ചെയ്താലോ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര്, കുരുമുളക് പൊടി, ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം. സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് സവോള ഇട്ട് കൊടുത്തു. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് കാഷ്നട്ടും കിസ്മിസും കൂടി ഇട്ടു. അത് കോരി മാറ്റി വെച്ചതിന് ശേഷം ആ ഓയിലിലേക്ക് തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ രണ്ട് സൈഡും നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. സ്റ്റൗവിലേക്ക് കുക്കർ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പം അതിലേക്ക് നെയ്യ് ഒഴിക്കാം. അതിനോടൊപ്പം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഓയിലും കൂടെ ഒരല്പം ഒഴിക്കുന്നുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്തു. അതൊന്ന് മൂത്ത് വരുമ്പം സവോള ഇട്ടു. അതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സ് ചെയ്തു. അത് വഴന്ന് വരുമ്പോൾ തക്കാളിയും കൂടി ഇട്ടു. അതും ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. നമുക്ക് വഴന്ന് വന്നു. അതിലേക്ക് ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ പച്ചമണമെല്ലാം മാറി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതും ഇതിലേക്ക് മുഴുവനായിട്ടും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതും ഈ മസാലയും കൂടി ഒന്ന് സെറ്റാകുന്നത് വരെ നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കാം. കണ്ടില്ലേ, നന്നായിട്ട് മസാലയും ചിക്കനും കൂടെ സിങ്കായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. തിളച്ച വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. 4 ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് 8 ഗ്ലാസ് വെള്ളമാണ് ഞാൻ അളന്നെടുത്ത് തിളപ്പിച്ചത്. അപ്പോൾ 8 ഗ്ലാസ് വെള്ളം ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പും എരിവൊക്കെ പാകമാണോ എന്ന് നോക്കുക. അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയിലയും കൂടെ ചേർത്ത് ഇട്ടു. ഇനി അതൊന്ന് സ്ലോ ഫയറിൽ 9 മിനിറ്റ് നേരം കുക്ക് ചെയ്യാൻ വെച്ചു. വിസിൽ വെച്ചിട്ടില്ല. അപ്പോൾ 9 മിനിറ്റിന് ശേഷം ഫയർ ഓഫാക്കി വീണ്ടും ഒരു 20 മിനിറ്റും കൂടെ വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ കുക്കർ തുറന്നത്. നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റാണ്. ഇനി നമുക്കതൊന്ന് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് പ്ലേറ്റ് ചെയ്തു. അതിന് സൈഡായിട്ട് സലാഡും നമ്മുടെ ഡേറ്റ്സ് ലെമൺ പിക്കിളുമാണ് വെക്കുന്നത്. അതോടൊപ്പം തന്നെ 2-3 പപ്പടവും കൂടി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.